ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ക്ലെയർ എന്ന ഒരു ഓസ്ട്രേലിയൻ സഞ്ചാരിയെയാണ് കാണിക്കുന്നത്. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെട്ടിരുന്ന ക്ലെയർ ഒരു ആർക്കിടെക്ചറായിരുന്നു. ഒറ്റയ്ക്ക് അങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്താണ് അവൾ ആൻഡ്രു എന്ന ഒരു യുവാവിനെ പരിചയപ്പെടുന്നത്. ഒരു കോളേജ് അധ്യാപകനായിരുന്ന ആൻഡ്രുവിൻ്റെ പെരുമാറ്റ രീതി ക്ലെയറിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അന്നത്തെ ദിവസം അവൾ ആ ഒരു സിറ്റിയിൽ താമസിച്ചിരുന്ന ആൻഡ്രുവിനൊപ്പം കറങ്ങി നടക്കുകയാണ്. ഈ ഒരു സമയത്താണ് ക്ലെയറിനെ അവളുടെ അമ്മയുടെ ഫോൺ കോൾ വരുന്നത്. ക്ലെയറിനെ അവളുടെ അമ്മയെ അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. രാത്രിയിൽ ഇരുവരും പിരിയുന്ന സമയത്ത് വികാരഭരിതനായി ആൻഡ്രു ക്ലെയറിൻ്റെ മുടിയിൽ സ്പർശിച്ചിരുന്നു. പിറ്റേ ദിവസം ക്ലെയറിനെ ആൻഡ്രുവിനെ കാണണമെന്ന് തോന്നി. അങ്ങനെ അവൾ ആൻഡ്രുവിനെ അന്വേഷിച്ച് നടത്തം ആരംഭിച്ചു. ഒടുവിൽ അവൾ ഒരു ലൈബ്രറിയിൽ വെച്ച് ആൻഡ്രുവിനെ വീണ്ടും കണ്ടുമുട്ടുകയാണ്. അങ്ങനെ അവൾ ആൻഡ്രുവിൻ്റെ കൂടെ അവൻ താമസിച്ചിരുന്ന വിജനമായ അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെന്നു. അവിടെ വെച്ച് ഇരുവരും വികാരഭരിതരാവുകയും ബന്ധപ്പെടുകയുമാണ്. പിറ്റേ ദിവസം ആൻഡ്രു പതിവ് പോലെ തൻ്റെ കോളേജിലേക്ക് പോയി. പുറത്തു പോകാൻ ഒരുങ്ങിയപ്പോഴാണ് ആൻഡ്രു അപ്പാർട്ട്മെൻറ്റ് പൂട്ടിയിട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ള വസ്തുത ക്ലെയർ തിരിച്ചറിയുന്നത്. തിരികെ എത്തിയ ആൻഡ്രുവിനെ ക്ലെയർ ഇക്കാര്യം അറിയിച്ചു. ക്ഷമിക്കണം, ഞാൻ താക്കോൽ ഇവിടെ വെച്ചിരുന്നെന്നും പറയാൻ മറന്നുപോയതാണെന്നും ആൻഡ്രു അവളോട് പറഞ്ഞു. പിന്നീട് അവരിരുവരും അവിടെ വെച്ച് വീണ്ടും ബന്ധപ്പെട്ടു. പതിവ് പോലെ തന്നെ ആൻഡ്രു പിന്നീട് ജോലിക്ക് പോയി. ഈ ഒരു സമയത്ത് അവൾ യാദൃശ്ചികമായി ആൻഡ്രു എടുത്തു വച്ചിരുന്ന അവളുടെ ഒരു ഫോട്ടോ കാണാനിടയാവുകയാണ്. ആൻഡ്രു തൻ്റെ പുറത്ത് ജർമ്മൻ ലാംഗ്വേജിൽ എഴുതിയിരുന്ന ആ ഒരു വാക്ക് അവൾ കണ്ണാടിയിൽ കണ്ടു. ഉടൻ തന്നെ അവൾ ആൻഡ്രുവോട് വെച്ചിരുന്ന താക്കോലെടുത്ത് പുറത്തു കടക്കാനായി ശ്രമിച്ചെങ്കിലും അവൾക്കതിനു സാധിച്ചില്ല. അതോടെ അവൾ തൻ്റെ ഫോണെടുത്ത് പോലീസിനെ വിളിക്കാനൊരുങ്ങി. പക്ഷേ അതിൽ സിമ്മില്ല. ആൻഡ്രു അത് എടുത്തു മാറ്റിയിരിക്കുന്നു. അതോടുകൂടി ആൻഡ്രു തന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നുള്ള വസ്തുത ക്ലെയർ ഭീതിയോടെ തിരിച്ചറിയുകയാണ്. അതോടെ അവൾ അവിടെ ഇരുന്നിരുന്ന കസാരയെടുത്ത് ജനൽ പൊളിച്ച് അതുവഴി രക്ഷപ്പെടാനായി ശ്രമിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും വളരെ സ്ട്രോങ് ആയ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ച ആ ഒരു ജനൽപ്പാളി തകർക്കാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. രാത്രിയോടെ ആൻഡ്രു വീട്ടിലേക്കെത്തി. തന്നെ പുറത്തു വിടണമെന്ന് അവൾ അഭ്യർത്ഥിച്ചെങ്കിലും ആൻഡ്രു അത് വകവച്ചില്ല. രക്ഷപ്പെടാനായുള്ള ശ്രമത്തിൽ അവൾ തകർത്തിരുന്ന കസാരയും ജനാലകളും കണ്ട് ആൻഡ്രു ക്ഷുഭിതനായി. രക്ഷപ്പെടാനായി ഡിന്നർ കഴിക്കാനായി നമുക്കിന്ന് പുറത്തു പോയാലോ എന്ന് അവൾ ആൻഡ്രുവിനോട് ചോദിച്ചെങ്കിലും ആൻഡ്രു അത് നിരസിച്ചു. ഭീതിയോടെ അവൾ അലറി വിളിച്ച് കരഞ്ഞെങ്കിലും നിന്റെ കരച്ചിൽ ആരും കേൾക്കാൻ പോകുന്നില്ലെന്നും ഈ ബിൽഡിങ്ങിൽ ഞാൻ മാത്രമേ താമസിക്കുന്നുള്ളൂ എന്നും ആൻഡ്രു അവളോട് പറഞ്ഞു. ആ രാത്രിയിലും ആൻഡ്രു ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ട് അവളുമായി ബന്ധപ്പെട്ടു. പിറ്റേന്ന് ആൻഡ്രു തൻ്റെ പിതാവിനെ കാണാനായി ചെല്ലുകയാണ്. ഈ സമയത്ത് അവൻ എടുത്തിരുന്ന ക്ലെയറിൻ്റെ നഗ്നമായ ഫോട്ടോകൾ അവൻ്റെ പക്കലുണ്ടായിരുന്നു. താൻ ഓസ്ട്രേലിയൻ സഞ്ചാരിയായ ക്ലെയറുമായി ഡേറ്റിങ്ങിലാണെന്ന് അവൻ തൻ്റെ പിതാവിനോട് പറഞ്ഞു. നീ എന്താണ് ഡേറ്റിങ്ങിനായി സഞ്ചാരികളെ മാത്രം തിരഞ്ഞെടുക്കുന്നതെന്നും നിന്റെ മുൻകാമുകി എവിടെയെന്നും പിതാവ് അവനോട് ചോദിച്ചു. എൻ്റെ മുൻകാമുകി കാനഡയിലേക്ക് തിരികെ പോയെന്ന് അവൻ സ്വന്തം പിതാവിനോട് കള്ളം പറഞ്ഞു. അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചെത്തിയ ആൻഡ്രു ക്ലെയറിനെ കെട്ടിയിട്ട് ക്രൂരമായി പീഡിപ്പിക്കുകയും അവളുടെ ഫോട്ടോകൾ പകർത്തുകയും ചെയ്തു. ക്ലെയറിൻ്റെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അവൻ അവിടെ തന്നെ വെച്ചിരുന്ന ചെറിയൊരു ലോക്കറിലിട്ടാണ് പൂട്ടിയിരുന്നത്. രാത്രിയോടെ തിരിച്ചെത്തിയ ആൻഡ്രു പിന്നീട് അവളെ കുളിക്കാനായി അനുവദിച്ചു. ഈ ഒരു സമയത്ത് ബാത്റൂമിൽ നിന്നും അവൾക്ക് മറ്റൊരു യുവതിയുടെ മുടി കണ്ടുകിട്ടുകയാണ്. അതോടെ അവൾക്ക് ആൻഡ്രു വേറെയും സ്ത്രീകളോട് ഇതേ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെന്ന് മനസ്സിലായി. പിന്നീട് ആൻഡ്രു പതിവ് പോലെ തന്നെ ക്ലെയറിൻ്റെ വിവിധ പോസിലുള്ള അർദ്ധനഗ്ന ഫോട്ടോകൾ എടുക്കാൻ ആരംഭിച്ചു. പിറ്റേ ദിവസം ആൻഡ്രു തൻ്റെ ജോലിക്കായി അവിടെ നിന്നും ഇറങ്ങി. അന്ന് രക്ഷപ്പെടാനായുള്ള പരിശോധനയ്ക്കിടെ ക്ലെയറിനെ ഒരു സ്ക്രൂ ഡ്രൈവർ കണ്ടുകിട്ടിയിരുന്നു. കോളേജിലുണ്ടായിരുന്ന മറ്റ് സ്റ്റാഫുകളോടെല്ലാം വളരെ മാന്യമായ രീതിയിലാണ് ആൻഡ്രു പെരുമാറിയിരുന്നത്. അതിനാൽ തന്നെ മറ്റാർക്കും ആൻഡ്രുവിനെ സംശയമുണ്ടായിരുന്നില്ല. ജോലി കഴിഞ്ഞ് ആൻഡ്രു തിരികെ ക്ലെയറിൻ്റെ പക്കലേക്ക് മടങ്ങിയെത്തി. ഈ ഒരു സമയത്ത് ക്ലെയർ സൂത്രത്തിൽ ആൻഡ്രുവിൻ്റെ കയ്യിലേക്ക് ആ ഒരു സ്ക്രൂ ഡ്രൈവർ കുത്തിക്കയറ്റുകയും അവൻ്റെ കയ്യിൽ നിന്നും താക്കോൽ മോഷ്ടിച്ച് അവിടെ നിന്നും പുറത്തു കടക്കുകയുമാണ്. ക്ലെയർ ഓടി ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയെങ്കിലും അവിടെയും ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. ആ ഗേറ്റ് തുറക്കുവാൻ ക്ലെയറിന് സാധിച്ചിരുന്നില്ല. ഈ ഒരു കാഴ്ച കണ്ട് അങ്ങോട്ടേക്ക് എത്തിയ ആൻഡ്രു ക്ലെയറിൻ്റെ വിരലുകൾ ആ ഒരു വാതിലിനിടയിലിട്ട് ഒടിച്ചു കളഞ്ഞു. ശേഷം അവൻ അവളെ വീണ്ടും അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോയി പൂട്ടിയിട്ടു. പിന്നീട് ആൻഡ്രു വീണ്ടും തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് ചെല്ലുകയാണ്. ആൻഡ്രുവിൻ്റെ അമ്മ അവനെയും പിതാവിനെയും ഉപേക്ഷിച്ച് പോയിരുന്നു.
അതിനാൽ തന്നെ ആൻഡുവിനെ അമ്മയെ ഇഷ്ടമായിരുന്നില്ല. ഈ ഒരു സമയത്ത് അവൻ്റെ പിതാവ് കൈക്കെന്ത് പറ്റിയെന്ന് അവനോട് ചോദിച്ചെങ്കിലും അത് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്ന സമയത്ത് സംഭവിച്ചു പോയതാണെന്ന് അവൻ പിതാവിനോട് കള്ളം പറഞ്ഞു. രാത്രിയോടെ അവൻ ക്ലെയറിൻ്റെ പക്കലേക്ക് തിരിച്ചെത്തി അവളുടെ കുറച്ച് ഫോട്ടോസും എടുത്ത് ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ പൂട്ടിയിട്ടിരുന്ന ഒരു മുറിയിലേക്ക് കയറി ചെല്ലുകയാണ്. ആകാംക്ഷയുടെ ക്ലെയർ ആ ഒരു മുറി നോക്കി നിന്നു. പിറ്റേന്ന് ആൻഡു കോളേജിൽ കുട്ടികളുടെ സ്പോർട്സ് ടൈമിൽ ഫ്രാങ്ക എന്ന കുട്ടിയുടെ സൗന്ദര്യം കണ്ട് അവളിൽ ആകൃഷ്ടനാവുകയാണ്. വികാരഭരിതനായി ആൻഡു സാർ തന്നെ നോക്കി നിൽക്കുന്ന കാഴ്ച ഫ്രാങ്കയും കണ്ടിരുന്നു. അന്നേ ദിവസം കയ്യിൽ കിട്ടിയ ഒരു സ്ലൈഡ് ഉപയോഗിച്ച് ക്ലെയർ ആൻഡുവിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ വാതിൽ തുറക്കാനായി ശ്രമിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ആൻഡു അങ്ങോട്ടേക്ക് കയറി വന്നു. അന്നേ ദിവസം ആൻഡു തൻ്റെ പാസ്പോർട്ടും മറ്റ് സാധനങ്ങളും വിട്ടുവെച്ചിരുന്ന ആ ഒരു ലോക്കറിൻ്റെ പാസ്വേഡ് ക്ലെയർ ആൻഡു അറിയാതെ മനസ്സിലാക്കി എടുത്തിരുന്നു. പിന്നീട് ആൻഡു ക്ലെയറിൻ്റെ നഖം വെട്ടി കൊടുക്കുകയും അവളെ കുളിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു സമയത്താണ് ആൻഡുവിൻ്റെ വിദ്യാർത്ഥിനിയായ ഫ്രാങ്ക എന്ന പെൺകുട്ടി ആ ഒരു ബിൽഡിങ്ങിൻ്റെ പരിസരത്തിലേക്ക് എത്തുന്നത്. പുറത്ത് റോഡ് വൃത്തിയാക്കിക്കൊണ്ടിരുന്ന മനുഷ്യൻ ബിൽഡിങ്ങിലേക്ക് കടക്കാനുള്ള ഗേറ്റ് ഫ്രാങ്കയ്ക്ക് തുറന്നു കൊടുത്തു. അപ്പാർട്ട്മെൻറ്റിന് പുറത്ത് ഫ്രാങ്കയുടെ ശബ്ദം കേട്ടതോടെ ആൻഡു ക്ലെയറിൻ്റെ വായ പൊത്തിപ്പിടിച്ചു. നീ ശബ്ദമുണ്ടാക്കിയാൽ ഞാൻ അവളെ കൊല്ലുമെന്നും പറഞ്ഞ് ആൻഡു ക്ലെയറിനെ ഭീഷണിപ്പെടുത്തി. നീ എന്താണ് ഇവിടെയെന്ന് ആൻഡു ഫ്രാങ്കയോട് ചോദിച്ചു. എനിക്ക് ഈ സ്ഥലം അറിയാം, സാർ എന്നെ നോക്കുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് ഫ്രാങ്ക ആൻഡുവിന് മറുപടി നൽകി. ക്ലെയർ അവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് റൊമാൻസ് കളിക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് ആൻഡു ഫ്രാങ്കയെ പറഞ്ഞുവിടാൻ ഒരുങ്ങി. ഈ ഒരു സമയത്ത് ഫ്രാങ്ക അങ്ങോട്ടേക്ക് വന്നിരുന്ന ക്ലെയറിനെ കാണുകയും അതാരാണെന്ന് ആൻഡുവിനോട് ചോദിക്കുകയും ചെയ്തിരുന്നു. അത് തൻ്റെ കാമുകയാണെന്ന് ആൻഡു ഫ്രാങ്കയ്ക്ക് മറുപടി നൽകി. ഫ്രാങ്ക തിരിച്ചു പോയതോടെ അതാരാണെന്ന് ക്ലെയർ ആൻഡുവിനോട് ചോദിച്ചു. അതെൻ്റെ ഒരു വിദ്യാർത്ഥിനിയാണെന്നും അവളുടെ പേര് ഫ്രാങ്ക എന്താണെന്നും ആൻഡു മറുപടി നൽകി. ശേഷം ആൻഡു ക്ലെയറിൻ്റെ മുടി വെട്ടിയെടുത്ത് അവൻ പൂട്ടിയിട്ടിരുന്ന ആ ഒരു റൂമിലേക്ക് ചെല്ലുകയാണ്. ആൻഡു ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് ക്ലെയർ സമയം കഴിച്ചുകൂട്ടി. ക്ലെയർ സുഖമായിരിക്കുന്നു എന്നും പറഞ്ഞ് ക്ലെയറിൻ്റെ മൊബൈലിൽ നിന്നും ആൻഡു അവളുടെ അമ്മയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു. അതിനാൽ തന്നെ ആർക്കും ഒരു സംശയവും തോന്നിയിരുന്നില്ല. തിരിച്ചെത്തിയ ആൻഡു വിവിധ പോസുകളിൽ ക്ലെയറിനെ നിർത്തുകയും അവളുടെ ഫോട്ടോസ് എടുക്കുകയും ചെയ്തു. പിന്നീട് ക്ലെയറിൻ്റെ പെരുമാറ്റ രീതി ഇഷ്ടമാകാതെയും ആൻഡു അവളെ ക്രൂരമായി മർദ്ദിച്ചു. ശേഷം അപ്പാർട്ട്മെൻറ്റിലെ പവർ ഓഫാക്കിക്കൊണ്ട് ആൻഡു അവൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോയി. മഞ്ഞുകാലം വന്നതിനാൽ ക്ലെയർ തണുത്തു ഉറച്ചുകൊണ്ടാണ് ആ ദിവസങ്ങളിൽ അപ്പാർട്ട്മെൻറ്റിൽ കഴിച്ചുകൂട്ടിയിരുന്നത്. ആ ഒരു സമയത്താണ് ആൻഡുവിൻ്റെ പിതാവ് മരണപ്പെടുന്നത്. ഇത് ആൻഡുവിനെ മാനസികമായി തളർത്തിയിരുന്നു. അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചെത്തിയ ആൻഡു ഇക്കാര്യം ക്ലെയറിനോട് പറഞ്ഞു. ക്ലെയർ അവനെ ആശ്വസിപ്പിച്ചു. ആ ഒരു ദിവസം അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് അവരിരുവരും വീണ്ടും ബന്ധപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് മെല്ലെ മെല്ലെ ക്ലെയർ ആ ഒരു സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ തുടങ്ങി. നീ എത്ര പെണ്ണുങ്ങളെ ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്ന് ഈ ഒരു സമയത്ത് ക്ലെയർ ആൻഡുവിനോട് ചോദിച്ചു. ഞാൻ മറ്റാരെയും ഇപ്രകാരം ചെയ്തിട്ടില്ലെന്ന് അവൻ ക്ലെയറിനോട് കള്ളം പറഞ്ഞു. പിന്നീട് അവൻ തൻ്റെ പിതാവിൻ്റെ വളർത്തുനായെ ക്ലെയറിന് സമ്മാനിച്ചു. ഏറെ നാളുകൾക്ക് ശേഷം അവൻ ക്ലെയറിനെയും കൂട്ടി വിജനമായൊരു ഫോറസ്റ്റിലേക്ക് പോവുകയാണ്. കാലങ്ങളേറെ കഴിഞ്ഞതോടെ ആൻഡുവിനെ ക്ലെയറിനെ മടുത്തു. അവളെ കൊന്നുകളയാൻ വേണ്ടിയായിരുന്നു അവൻ അവളെ ആ ഒരു കാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നത്. ആൻഡു ക്ലെയറിനെ കൊല്ലാനൊരുങ്ങി. ഈ ഒരു സമയത്താണ് അവർ അവിചാരിതമായി 2 കുട്ടികളുടെ കരച്ചിലും കേൾക്കുന്നത്. അതൊരു കുട്ടിക്ക് വീണ് കാലിൽ പരിക്കേറ്റിരുന്നു. ഈ ഒരു സമയത്ത് ക്ലെയർ അതിലുണ്ടായിരുന്നൊരു കുട്ടിയോട് ആൻഡു കാണാതെ ആൻഡു നല്ല മനുഷ്യനല്ലെന്നും പോലീസിനെ വിളിക്കണമെന്നും പറയുകയാണ്. നിർഭാഗ്യവശാൽ ആ ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. കുട്ടികളുടെ അമ്മ അങ്ങോട്ടേക്ക് എത്തിയതോടെ കുട്ടികളിരുവരും മടങ്ങി. പിന്നീട് ആൻഡു ക്ലെയറിനെ ഡെക്കിയിലാക്കി വീണ്ടും അപ്പാർട്ട്മെൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ രാത്രിയിലും അവൻ പതിവ് പോലെ ക്ലെയറിൻ്റെ വിവിധ പോസുകളിലുള്ള ഫോട്ടോസ് എടുത്തു. ക്ലെയർ താൻ കൊടുത്തിരുന്ന നായക്കുട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അസൂയയോടെ ആൻഡു ആ ഒരു നായക്കുട്ടിയെ കൊന്നുകളഞ്ഞു. പിന്നീടൊരു രാത്രിയിൽ ആൻഡു തൻ്റെ സഹപ്രവർത്തകർ സംഘടിപ്പിച്ചിരുന്ന വിരുന്ന് സൽക്കാരത്തിലേക്ക് പങ്കെടുക്കാനായി പോവുകയാണ്. ഈ ഒരു സമയത്ത് ക്ലെയർ ആൻഡു പൂട്ടിയിട്ടിരുന്ന ആ ഒരു റൂമിൻ്റെ വാതിൽ തുറന്നിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആൻഡുവിൻ്റെ ആൽബത്തിൽ നിരവധി യുവതികളുടെ നഗ്ന ഫോട്ടോയും അവരെ ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നതിൻ്റെ ഫോട്ടോകളും ഉണ്ടായിരുന്നു. അതോടെ ആവശ്യം കഴിഞ്ഞാൽ തന്നെയും അവൻ കൊന്നു തള്ളുമെന്ന് ക്ലെയറിനെ ബോധ്യമായി. ആൻഡുവിനെ എല്ലാ പെണ്ണുങ്ങളെയും ഇഷ്ടപ്പെട്ടിരുന്നില്ല. സുന്ദരികളായ യുവതികളെയാണ് അവൻ നോട്ടം വെച്ചിരുന്നത്. ആ ദിവസം യാദൃശ്ചികമായി ക്ലെയർ ആ
ആ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങിൽ മറ്റൊരു യുവാവിനെ കാണാനിടയായി. ക്ലെയർ ആ യുവാവിൻ്റെ ശ്രദ്ധയാകർഷിച്ചു. അങ്ങനെ ആ ഒരു യുവാവ് ആൻഡ്രുവിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻപിലേക്ക് എത്തുകയാണ്. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്താണ് ആൻഡ്രു അങ്ങോട്ടേക്ക് എത്തുന്നത്. ആൻഡ്രു പുറകിൽ നിന്നും ആ യുവാവിനെ നിർദാക്ഷിണ്യം അടിച്ചു കൊലപ്പെടുത്തി. ശേഷം ആൻഡ്രു ഭീതിയോടെ പൊട്ടിക്കരഞ്ഞിരുന്ന ക്ലെയറിൻ്റെ പക്കലേക്കെത്തി. നീ കാരണമാണ് ഇത് സംഭവിച്ചത്. മൃതദേഹം മറവു ചെയ്യാൻ നീ എന്നെ സഹായിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആൻഡ്രു ക്ലെയറിനെ ഭീഷണിപ്പെടുത്തി. ഗത്യന്തരമില്ലാതെ അവൾക്ക് അവനെ സഹായിക്കേണ്ടി വന്നു. ശേഷം ആൻഡ്രു അപ്പാർട്ട്മെൻറ്റിന് താഴെയായി ഉണ്ടായിരുന്ന വേസ്റ്റ് ബോക്സിലിട്ട് ആ യുവാവിൻ്റെ മൃതശരീരം കത്തിച്ചു കളഞ്ഞു. ഏറെക്കാലമായിട്ട് ക്ലെയറിനെ കാണാതായതോടെ അവൾ മിസ്സിംഗ് ആയ വാർത്ത പേപ്പറിൽ വന്നു. അങ്ങനെയിരിക്കെ ഒരു രാത്രിയിൽ ആൻഡ്രു അപ്പാർട്ട്മെൻറ്റിലിരുന്ന് വിദ്യാർത്ഥികളുടെ നോട്ട് പുസ്തകങ്ങൾ പരിശോധിക്കുകയാണ്. അവൻ്റെ ശ്രദ്ധ തിരിക്കാനായി ക്ലെയർ മനഃപൂർവ്വം ഗ്യാസ് അടുപ്പിൽ വെച്ച് തൻ്റെ കയ്യെ പൊള്ളിച്ചു. ഇത് കണ്ടോടിയെത്തിയ ആൻഡ്രുവിനോട് ബാത്റൂമിൽ ഒരു ക്രീമുണ്ടെന്നും അതെടുത്തു കൊണ്ടുവരാനായും ക്ലെയർ പറയുകയാണ്. ഈ ഒരു തക്കത്തിന് ക്ലെയർ അവിടെ ഇരുന്നിരുന്ന ഫ്രാങ്കയുടെ പുസ്തകത്തിൽ ആൻഡ്രു തന്നെ ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ എടുത്തിരുന്ന ഒരു ഫോട്ടോ വെച്ചു കൊടുത്തു. ഇക്കാര്യം അറിയാതെ ആൻഡ്രു പുസ്തകങ്ങളെല്ലാം പിറ്റേന്ന് വിദ്യാർത്ഥികൾക്ക് തിരികെ നൽകി. അങ്ങനെ ക്രൂരമായ ഒരു ഫോട്ടോ ഫ്രാങ്ക കാണുകയും അവൾക്ക് കാര്യങ്ങളെല്ലാം ബോധ്യമാവുകയും ചെയ്തിരുന്നു. ക്ലെയറിനെ രക്ഷിക്കാനായി ബാത്റൂമിൽ പോകണമെന്നും പറഞ്ഞ് ഫ്രാങ്ക ക്ലാസ് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് ആ ഒരു ഫോട്ടോ ക്ലാസ് റൂമിൽ തന്നെ വീണുപോയിരുന്നു. പുറത്തെത്തിയതിനു ശേഷമാണ് ഈ ഒരു കാര്യം ഫ്രാങ്ക തിരിച്ചറിയുന്നത്. അപ്പോഴേക്കും മറ്റു കുട്ടികൾ ഈ ഒരു ഫോട്ടോ കാണുകയും അക്കാര്യം ആൻഡ്രു തിരിച്ചറിയുകയും ചെയ്തിരുന്നു. അപകടം മനസ്സിലാക്കിയ ആൻഡ്രു ഫ്രാങ്കയ്ക്ക് പിന്നാലെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പാഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ഫ്രാങ്ക അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ഇക്കാര്യം ആൻഡ്രുവും തിരിച്ചറിഞ്ഞു. ആൻഡ്രു അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ വാതിലും അവൻ്റെ രഹസ്യ റൂമിൻ്റെ വാതിലും തുറന്നു കിടക്കുകയായിരുന്നു. ഒരു സമയത്ത് അപ്പാർട്ട്മെൻറ്റിനുള്ളിൽ ഒളിച്ചിരുന്നിരുന്ന ക്ലെയർ പുറത്തു കടക്കുകയും അതിൻ്റെ വാതിൽ പൂട്ടുകയും ചെയ്തു. അങ്ങനെ തന്നെ ചെയ്തിരുന്നതുപോലെ ആൻഡ്രുവിനെയും അവൾ ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ പൂട്ടിയിടുകയാണ്. രക്ഷപ്പെടുന്ന സമയത്ത് അവൾ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള തൻ്റെ സകല ഡോക്യുമെൻറ്റുകളും കൈവശപ്പെടുത്തിയിരുന്നു. തന്നെ രക്ഷിച്ചിരുന്ന ഫ്രാങ്കയെ അവൾ ആൻഡ്രുവിൻ്റെ കണ്ണിൽപ്പെടാതിരിക്കാനായി മുകളിലത്തെ നിലയിലെ അപ്പാർട്ട്മെൻറ്റിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ആൻഡ്രുവിനെ അപ്പാർട്ട്മെൻറ്റിൽ തടങ്കലിലാക്കി രക്ഷപ്പെട്ടു പോകുന്ന ക്ലെയറിൻ്റെ രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.